السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാന്യരായ നമ്മുടെ ക്ലാസ് റൂമിന്റെ ഉസ്താദുമാരെ, പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, 11:30 മണിക്ക് ക്ലാസ് തുടങ്ങണമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നെറ്റിന്റെ സാങ്കേതിക കാരണങ്ങളെ കൊണ്ടാണ് ഇത്രയും സമയം വൈകിയത്. പ്രിയപ്പെട്ട സഹോദരന്മാർ ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ക്ലാസ് റൂമിൽ കുറച്ച് നാളുകളായി കയറണം, ക്ലാസ് എടുക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നെങ്കിലും നാട്ടിലുള്ള പല തിരക്കുകളും, പ്രത്യേകിച്ച് ദർസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമായി വിചാരിച്ചതുപോലെ ക്ലാസ് റൂമിൽ കയറി ചർച്ചകളിലും അതുപോലെ തന്നെ ക്ലാസുകളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടി പഴയതുപോലെ തന്നെ പ്രവർത്തിക്കുവാനും ഖിദ്മ ചെയ്യാനും ഉദ്ദേശിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ച വിഷയം നൂറിഷാ തരീഖത്ത് എന്ന വിഷയമായിരുന്നു. ഈ വിഷയം പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. അതിനു മുമ്പ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ നെറ്റിന് നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോ ശബ്ദം ക്ലിയർ ആണോ അല്ലെന്ന് അറിയില്ല. ഇപ്പൊ ശബ്ദം ക്ലിയർ ആണോ? അൽഹംദുലില്ലാഹ്. നൂറിഷാ തരീഖത്ത് എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം പ്രത്യേകിച്ച് ചർച്ചക്കെടുക്കാനുണ്ടായ കാരണം, നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് മലബാറിന്റെ പല പ്രദേശങ്ങളിലും തരീഖത്തുകാർ, നൂറിഷാ തരീഖത്തുകാർ സാധാരണക്കാരായ ആളുകളെ അവരുടെ തർബിയത്ത് ക്യാമ്പുകളിലേക്കും അവരുടെ തഅലീം ക്ലാസുകളിലേക്കും ക്ഷണിച്ച് സമസ്തക്കാരും ഞങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങളും സമസ്തക്കാർ തന്നെയാണ് എന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും അവര് നമ്മുടെ പ്രവർത്തകരെ സമസ്തയുടെ ഒരു സഹപ്രസ്ഥാനമാണ് നൂറിഷാ തരീഖത്ത് എന്ന രീതിയിൽ വരെ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം പരക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പാവപ്പെട്ട സഹോദരന്മാർ ഇവരുടെ തർബിയത്ത് ക്യാമ്പുകളും അതുപോലെ തന്നെ തഅലീം ക്ലാസുകളുമൊക്കെ കേൾക്കുമ്പോൾ, അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവരുടെ ദിക്ർ മജ്ലിസുകളും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ സിഫാത്തിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ കേൾക്കുമ്പോൾ ഇത് സമസ്തയുടെ ഭാഗം തന്നെയാകുന്നു എന്ന് നൂറിഷക്കാർ പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇത് നല്ല വഴിയാണല്ലോ എന്ന് കരുതി, എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മണ്ഡലം സമ്മേളനങ്ങൾ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മണ്ഡലം സമ്മേളനങ്ങൾ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വലിയ ഭീഷണിയാകുന്ന നൂറിഷാ തരീഖത്തിനെ കുറിച്ചും ആലുവ തരീഖത്തിനെ കുറിച്ചും അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായിക്കൊണ്ട് ക്ലാസുകളും വിശദീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഇവിടെ പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സാധാരണക്കാരായ ആളുകൾക്ക് വളരെ അപകടമാകുന്ന, വളരെ പ്രശ്നം സൃഷ്ടിക്കുന്ന, അവർ വളരെ സൂക്ഷിക്കേണ്ടുന്ന പ്രസ്ഥാനങ്ങളാണ് തരീഖത്ത് പ്രസ്ഥാനങ്ങൾ. കാരണം സാധാരണ ജനങ്ങൾക്ക് പരിശുദ്ധ ദീനിനെക്കുറിച്ച് അധികമൊന്നും അറിയില്ല. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ മാത്രമുള്ള ഇൽമ് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്കില്ല. പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ പറയുന്നത് നാം കേട്ടിട്ടുണ്ടല്ലോ, പഠിക്കുന്ന സമയത്ത് അധികമൊന്നും പഠിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അവർ വളരെ വ്യസനത്തോടുകൂടി സങ്കടത്തോടുകൂടി പറയാറുണ്ട്. അധികമൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഈ ബോധത്തോടുകൂടി നടക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സഹോദരന്മാർ ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം, സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തവും സ്വർഗവും ലഭിക്കാനുള്ള മാർഗമെന്താണ് എന്ന ആഗ്രഹത്തോടുകൂടി നടക്കുമ്പോഴായിരിക്കും ഈ പിഴച്ച തരീഖത്തുകാരുടെ ദിക്ർ സദസ്സുകളെക്കുറിച്ചും അവരുടെ താലീം ക്ലാസുകളെക്കുറിച്ചും കേൾക്കുകയും അവരെ കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ടാവുക. ഈ സമയത്ത് ഞങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന വഴി ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും നമ്മുടെ ആളുകൾ അത്തരം പ്രസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ തരീഖത്ത് പ്രസ്ഥാനങ്ങളിൽ പെട്ടുപോകുന്നു. നൂർഷാ തരീഖത്തിനെയും അതുപോലെ തന്നെ മറ്റ് പിഴച്ച തരീഖത്തുകളെയും വിമർശിക്കുമ്പോൾ സാധാരണ തരീഖത്തിന്റെ ആളുകൾ സമസ്തയുടെ വിരോധികൾ നമ്മെക്കുറിച്ച് പറയാറുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ അവർ തരീഖത്ത് വിരോധികളാകുന്നു എന്ന്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങളുടെ ചരിത്രം, സമസ്തയുടെ ചരിത്രം മനസ്സിലാക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ സമസ്തയെ ആക്ഷേപിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണമെന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടോ മാത്രം നടത്തുന്ന ഒരു ആരോപണമാണത്. കാരണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം തന്നെ നാം പരിശോധിക്കുമ്പോൾ മഹാന്മാരായ മശായിഖുമാരെയും ഔലിയാഇനെയും മശായിഖുമാരുടെ തരീഖത്തുകളെയും ഇതൊന്നും ഇസ്ലാമികമല്ല, ഇതൊക്കെ പൗരോഹിത്യമാകുന്നു എന്ന് അടച്ചാക്ഷേപിച്ചുകൊണ്ട് വഹാബി പ്രസ്ഥാനവും അതുപോലെയുള്ള മറ്റ് കക്ഷികളും നിലവിൽ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മശായിഖുമാർ ആക്ഷേപിക്കപ്പെടരുത്, തരീഖത്തുകൾ വിമർശിക്കപ്പെടരുത്, അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗം തന്നെയാണ് എന്ന ഈ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണല്ലോ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ നേതൃത്വത്തിൽ മഹാന്മാരായ ആലിമീങ്ങൾ ഒത്തുകൂടുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തരീഖത്തിന്റെ വിമർശകരല്ല. ഹക്കായ തരീഖത്തുകളെ ഇവിടെ നിലനിർത്തുവാനും ഹക്കായ തരീഖത്തുകൾ ദീനിന്റെ ഭാഗം തന്നെയാകുന്നു, അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാനുള്ള വഴിയാകുന്നു എന്ന സത്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. പിഴച്ച കക്ഷികളെ, പിഴച്ച പ്രസ്ഥാനങ്ങളെ, പിഴച്ച തരീഖത്തുകളെ സമസ്ത വിമർശിക്കുമ്പോൾ, അവരുടെ പൊള്ളത്തരങ്ങളെ ബഹുമാനപ്പെട്ട സമസ്ത വിമർശിക്കുമ്പോൾ മൊത്തത്തിൽ സമസ്തയെക്കുറിച്ച് അവർ പറയും സമസ്ത തരീഖത്ത് വിരോധ പ്രസ്ഥാനമാകുന്നു എന്ന്. അതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. നൂർഷാ തരീഖത്തിന്റെ അബദ്ധങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമയം നാം ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ വൈകിയാണ് നമ്മുടെ ഈ ചർച്ച ആരംഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഏതാനും ഭാഗങ്ങൾ മാത്രം ഈ വിഷയവുമായി കൊണ്ട് സംസാരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം സൗകര്യം പോലെ മറ്റൊരു ദിവസം സംസാരിക്കാം ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ. ബഹുമാനപ്പെട്ട സമസ്തയുടെ 1933 ഫറോക്കിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ പാസാക്കിയ, അവതരിപ്പിച്ച പ്രമേയം വളരെ ശ്രദ്ധേയമായ പ്രമേയമായിരുന്നു. ഒരുപക്ഷെ സമസ്തയുടെ ചരിത്രത്തിൽ
ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട, ഇത്രത്തോളം വിശകലനം ചെയ്യപ്പെട്ട മറ്റേതെങ്കിലും പ്രമേയം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നാം സംശയിക്കുന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ 33 ഫറോക്കിൽ വെച്ചുകൊണ്ട് നടന്ന സമസ്ത സമ്മേളനത്തിൽ പാസാക്കപ്പെട്ട പ്രമേയത്തിന്റെ അവസ്ഥ. ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം വഹാബികളുമായി നമുക്ക് എതിർപ്പുള്ള പല വിഷയങ്ങളും, അതുപോലെ തന്നെ മറ്റ് ബിദ്അഈ സംഘടനകളുമായി, പ്രസ്ഥാനങ്ങളുമായി നമുക്ക് വിയോജിപ്പുള്ള പല വിഷയങ്ങളെക്കുറിച്ചും ആ പ്രസ്തുത പ്രമേയത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം യഥാർത്ഥ മശായിഖുമാരുടെ ശരിയായ തരീഖത്തുകൾ, ആ ശരിയായ തരീഖത്തുകളെ വഹാബികൾ വിമർശിക്കുന്നു, അത് ശരിയല്ല, യഥാർത്ഥ തരീഖത്തുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗം തന്നെയാകുന്നു എന്ന ഉത്ബോധനമായിരുന്നു ആ പ്രമേയത്തിന്റെ തരീഖത്തുമായി ബന്ധപ്പെട്ട ഭാഗത്തിന്റെ ഉള്ളടക്കം. സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ആയത്തിൽ പറഞ്ഞ 3 ഭാഗങ്ങൾ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ സമ്പൂർണതയുടെ 3 വ്യത്യസ്ത മുഖങ്ങളാകുന്ന ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും, ഈ 3 ഭാഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ധാരാളം തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബിന്റെ പക്കൽ നിന്നുള്ള മൗഇദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീഅത്താണെന്നും വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങൾക്കുള്ള ഖൽബുകൾക്കുള്ള ശിഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തരീഖത്താണെന്നും വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഹഖീഖത്താകുന്നു എന്നും തഫ്സീറുകൾ വിശദീകരിക്കുന്നു. ഏതായിരുന്നാലും പരിശുദ്ധ ഇസ്ലാമിൽ തരീഖത്ത് എന്ന ഒരു ഭാഗമുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൽ തരീഖത്ത് എന്നൊരു ഭാഗമുണ്ട് എന്ന വിഷയം സംസാരിക്കലല്ല നാം ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് അവസരം പോലെ നമുക്ക് സംസാരിക്കാം. നൂർഷാ തരീഖത്തിന്റെ അബദ്ധങ്ങളാണ് നാം ഇപ്പൊ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നൂർഷാ തരീഖത്തിനെ കുറിച്ചെന്ന് മാത്രമല്ല, മറ്റ് പിഴച്ച തരീഖത്തുകൾ ഏതാണെങ്കിലും, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങിങ്ങായി കാണപ്പെടുന്ന ആലുവ തരീഖത്ത്, ഇതൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വലിയ ഭീഷണിയാകുന്ന പ്രസ്ഥാനങ്ങളാണ്. അങ്ങനെ പറയാൻ കാരണം, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരായ ആളുകൾ ദിക്ർ, സലാത്ത്, ഷെയ്ഖ് എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് വലിയ താല്പര്യമാണ്. അവർ ദിക്റെന്ന് കേൾക്കുമ്പോൾ, സലാത്തെന്ന് കേൾക്കുമ്പോൾ മറ്റൊന്നും ഒരുപക്ഷെ ആലോചിക്കണമെന്നില്ല. അവർ അത്തരം സദസ്സുകളിൽ പോകും, അതിൽ പങ്കെടുക്കും, അതിന്റെ ആളുകളെ ബഹുമാനിക്കും. ഇത് സാധാരണക്കാരായ ആളുകളുടെ ഇഖ്ലാസിന്റെ ഭാഗമാണ്. അതോടൊപ്പം അവരുടെ വിവരമില്ലായ്മയുടെ ഒരു അടയാളവുമാണ്. എന്നാൽ ഈ വിവരമില്ലാത്ത, എന്നാൽ അള്ളാഹുവിനെ പേടിക്കുന്ന, ആഖിറത്തെ ആഗ്രഹിക്കുന്ന, സ്വർഗത്തെ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ ജഹാലത്തിനെ പരമാവധി ഇത്തരം പ്രസ്ഥാനങ്ങൾ ചൂഷണം ചെയ്യുകയും ചെയ്യും. അപ്പൊ സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ തെറ്റും ശരിയും മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ വേർതിരിച്ചെടുക്കാൻ സാധിക്കണമെന്നില്ല. നമുക്ക് നൂർഷാ തരീഖത്തിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. നൂർഷാ തരീഖത്ത് 1950കളിലാണ് കേരളത്തിലേക്ക് എത്തുന്നത്, കേരളത്തിൽ വരുന്നത്. നൂർഷാ തരീഖത്തിന്റെ സ്ഥാപകനാകുന്ന നൂർഷാ തങ്ങൾ 50കളിൽ കേരളത്തിൽ വന്നപ്പോ, അന്നത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ നൂർഷാ തങ്ങളിലുള്ള, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഈ തരീഖത്തിലുള്ള പല അബദ്ധങ്ങളും അന്നത്തെ ആലിമീങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൂർഷാ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത് 974ലാണ്. ഈ 974 വരെ പല ആലിമീങ്ങളും നൂർഷാ തങ്ങളിലുള്ള അബദ്ധങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ അദ്ദേഹം പങ്കെടുക്കുന്ന വേദികളിലും അദ്ദേഹം പങ്കെടുക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കുകയും മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
അതൊന്നും നമ്മുടെ ആലിമീങ്ങളുടെ കുറവോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താനോ സാധ്യമല്ല. ഏതൊരു പണ്ഡിത പ്രസ്ഥാനത്തിന്റെയും ഏതൊരു ആലിമിന്റെയും ബാധ്യത ഒരു പ്രസ്ഥാനത്തിൽ, ഒരു കക്ഷിയിൽ, ഒരു വ്യക്തിയിൽ ശരീഅത്തിന് വിരുദ്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും വ്യക്തമായി മനസ്സിലാവുകയും ഈ പ്രസ്ഥാനങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അവരുടെ ഈമാൻ പഴപ്പിക്കുന്നുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത അവരെക്കുറിച്ച് തീരുമാനം സാധാരണക്കാരായ ആളുകളെ അറിയിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന, തിരിച്ചറിയേണ്ടുന്ന, ഉൾക്കൊള്ളേണ്ടുന്ന ഏറ്റവും വലിയൊരു ഒരു സത്യമുണ്ട്. തികഞ്ഞ ആലിമീങ്ങൾക്ക് പോലും ഈ തരീഖത്തിന്റെ ആളുകളിൽ പ്രത്യക്ഷത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ 50കളിൽ വന്ന നൂർ ഷാ തരീഖത്തിന്റെ ഷെയ്ഖിനെ കുറിച്ചും ആ പ്രസ്ഥാനത്തെക്കുറിച്ചും 74-ൽ തീരുമാനമെടുക്കുന്നത്. അഥവാ അത്രയും കാലം കഴിഞ്ഞതിനു ശേഷം, വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷം തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യം വഹാബികളിലുള്ള, മൗദൂദികളിലുള്ള, അതുപോലെ തന്നെ മറ്റുള്ളവരിലുള്ള അനിസ്ലാമിക പ്രവണത ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരം പ്രസ്ഥാനങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാര്യവിവരമുള്ള ആലിമീങ്ങൾക്ക് പോലും പ്രത്യക്ഷത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ തീർച്ചയായും വഞ്ചിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതെ, അത് തന്നെയാണ് നമ്മുടെ നാടുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊപ്പി കാണുമ്പോ, കുപ്പായം കാണുമ്പോ, നീളത്തിലുള്ള നീളൻ കുപ്പായം കാണുമ്പോ, അതുപോലെ തന്നെ തെരീഖത്തിനെ കുറിച്ചും ഹഖീഖത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്തിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ കേൾക്കുമ്പോ ഇത് വലിയ ആളുകളുടെ പ്രസ്ഥാനമാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാവപ്പെട്ട ആളുകൾ അതിന്റെ പിന്നാലെ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഞാൻ ഓർക്കുകയാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. തീർച്ചയായും ഇൽമ് ഇസ്ലാമിന്റെ ഹയാത്താകുന്നു. ഇതൊരു വല്ലാത്ത ഹദീസാണിത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൽമ് അത് ഇസ്ലാമിന്റെ ഹയാത്താകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിനൊരു മറുവായനയുണ്ട്. അഥവാ ഇൽമില്ലെങ്കിൽ അവിടെ ഇസ്ലാമിന്റെ ഹയാത്ത് നഷ്ടപ്പെടും. ഇൽമില്ലെങ്കിൽ ഇസ്ലാമിന്റെ ഹയാത്ത് നഷ്ടപ്പെടും. ഇസ്ലാമിന് അവിടെ മൗത്ത് സംഭവിക്കും. അഥവാ ഒരു വ്യക്തിക്ക് ഇൽമില്ലെങ്കിൽ ആ വ്യക്തിയിലുള്ള ഇസ്ലാമിന് ഹയാത്ത് നഷ്ടപ്പെടും. ആ വ്യക്തിയിലുള്ള ഇസ്ലാം മരണപ്പെടും. ഒരു നാട്ടിൽ ഇൽമില്ലെങ്കിൽ ആ നാട്ടിലെ ഇസ്ലാം മരണപ്പെടും. ഒരു സമൂഹത്തിൽ ഇൽമില്ലെങ്കിൽ ആ സമൂഹത്തിൽ ഇസ്ലാം നഷ്ടപ്പെടും. ഇതാണല്ലോ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്ന ഈ പരിശുദ്ധമായ ഹദീസിന്റെ താല്പര്യം. ഇത് വെച്ചുകൊണ്ട് വേണം എല്ലാ വിഷയങ്ങളെയും നാം സമീപിക്കാൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുന്നവരോട് ചോദിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത്തരം പ്രസ്ഥാനങ്ങളെ വിമർശിക്കുമ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, എന്താണ് അവരിലുള്ള പ്രശ്നം? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റല്ലേ ചെല്ലുന്നത്? അവർ അള്ളാഹുവിനെ കുറിച്ചല്ലേ പറയുന്നത്? അവർ സുന്നികൾ ചെയ്യുന്നത് പോലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവരെ വിമർശിക്കേണ്ടുന്ന കാര്യം എന്നൊക്കെ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനങ്ങൾ, ബാഹ്യ പ്രകടനങ്ങൾ, ഇത് ഒന്നിന്റെയും മാനദണ്ഡമായിക്കൊണ്ട് മനസ്സിലാക്കപ്പെടാൻ പാടില്ല. ഒരു പ്രസ്ഥാനത്തിന്റെ കൃത്യമായ വിശ്വാസങ്ങളും നിലപാടുകളും എന്താണെന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ആ പ്രസ്ഥാനത്തിൽ എത്രമാത്രം ഹക്കുണ്ട്, അത് എത്രമാത്രം ദീനിയാകുന്നു എന്ന് നമുക്ക് വിലയിരുത്താനും തീരുമാനം പറയാനും സാധിക്കൂ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1974-ൽ നൂർ ഷാ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുത്തു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ 50കളിൽ ഹൈദരാബാദുകാരനാകുന്ന നൂർ ഷാ തങ്ങൾ കേരളത്തിൽ വന്നുകൊണ്ട് പല സ്റ്റേജുകളിലും പ്രസംഗിക്കുകയും അതുപോലെ തന്നെ പല സദസ്സുകളിൽ പല സ്ഥലങ്ങളിലും ദിക്ർ ഹൽഖകളും തഅലീം ക്ലാസുകളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തപ്പോൾ അന്ന് തന്നെ പല ആലിമീങ്ങളും ഈ നൂർ ഷാ തങ്ങളുടെ നീക്കങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെ രഹസ്യമായെങ്കിലും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇത് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ തീരുമാനത്തോട് സംസ്ഥാന ജമിയത്തുൽ ഉലമക്ക് യോജിപ്പില്ല എന്ന് പൊതുവെ ചില ആളുകളെങ്കിലും പറയാറുണ്ട്. ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദിന്റെ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ അവറുകൾ നേതൃത്വം കൊടുത്ത പണ്ഡിത സഭയായിരുന്നല്ലോ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ നൂർ ഷാ തരീഖത്തിനെ കുറിച്ച് സമസ്തയുടെ തീരുമാനത്തോട് യോജിപ്പില്ല എന്ന് പലരും പല തരീഖത്തുകാരും പറയാറുണ്ട്. സദഖത്തുള്ള തങ്ങൾ ഞങ്ങളെ വിമർശിച്ചിട്ടില്ല. പല സമസ്ഥാനയുടെ ആളുകളും പറയാറുണ്ട് നൂർ ഷാ തരീഖത്തിനെ കുറിച്ച് സമസ്തക്കുള്ള നിലപാടൊന്നും ഞങ്ങൾക്കില്ല എന്ന്. യഥാർത്ഥത്തിൽ സമസ്ഥാനയുടെ ചില പ്രവർത്തകർ ഈ രൂപത്തിൽ പറയുന്നെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രസ്ഥാനത്തിന്റെ ഇന്ന് കാണുന്ന ഈ സാധാരണ പ്രാസംഗികന്മാരുടെയും പ്രവർത്തകന്മാരുടെയും പ്രഭാഷണങ്ങളും അവരുടെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ആകെ ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. അഥവാ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തിനെയാണോ വിമർശിച്ചിട്ടുള്ളത് അവിടെ സമസ്തയ്ക്ക് എതിരെ നിന്നുകൊണ്ട് ആരെയാണോ വിമർശിക്കപ്പെട്ടത് അവരുടെ ഓരം ചേർന്ന് നിൽക്കുക. ഇത് ഈ അടുത്ത കാലങ്ങളിലായി ആ പ്രസ്ഥാനത്തിൽ കാണുന്ന വളരെ മോശമായ ഒരു സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഏതെങ്കിലും ഒരു കക്ഷിയെ വിമർശിക്കുന്നെങ്കിൽ വിമർശിക്കപ്പെടുന്നത് ആരെയാണോ അവരുടെ അനുകൂലികളായിക്കൊണ്ട് സമസ്തയുടെ എതിർപക്ഷത്ത് നിൽക്കുക എന്നുള്ളത് സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ഇന്നത്തെ പല പ്രഭാഷകന്മാരുടെയും ഒരു ഹോബിയായിക്കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് വെറും ഒരു എതിർപ്പിന്റെ ഭാഷയായിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആരും കാണാൻ പാടില്ല. ഏറ്റവും അവസാനമായിക്കൊണ്ട് കാന്തപുരം മുസ്ലിയാര് കള്ളമുടി കൊണ്ടുവന്നപ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ സൂക്ഷ്മതയോടുകൂടി പണ്ഡിതോചിതമായി അതിലിടപെട്ടുകൊണ്ട് അതിന്റെ ആധികാരികത തെളിയിക്കപ്പെടുന്നത് വരെ പൊതുജനങ്ങൾ അതിൽ വഞ്ചിതരാവരുത് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെയുള്ള മുസ്ലിമീങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ സമസ്തയുടെ ഈ ആഹ്വാനത്തെ പോലും വിമർശിച്ചുകൊണ്ട് രഹസ്യമായെങ്കിലും കള്ളമുടിക്കാരൻ കാന്തപുരം മുസ്ലിയാർക്ക് ഓശാന പാടുന്ന അതല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമായിരുന്നു, ഒരു രീതിയായിരുന്നു അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് ഈ മുടി വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ ഓരോ കാര്യങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ഒരു സമീപനം, ഇത്തരം ഒരു നീക്കം, ആ നീക്കത്തിന്റെ ഭാഗമായിക്കൊണ്ട് മാത്രമേ നൂർ ഷാ തരീഖത്തിനെ കുറിച്ച് സമസ്ഥാനക്ക് വിയോജിപ്പില്ല, സദഖത്തുള്ള മുസ്ലിയാർ അതിനെ എതിർത്തിട്ടില്ല എന്നുള്ള ഈ പറച്ചിലിനെയും ഈ രൂപത്തിൽ മാത്രമേ നാം കാണേണ്ടതുള്ളൂ. കാരണം സമസ്ഥാനയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സദഖത്തുള്ള മുസ്ലിയാരുടെ സ്മരണികയിൽ സമസ്ഥാനയുടെ ഇന്നത്തെ നേതാവ് നജീബ് മൗലവി തന്നെ എഴുതുന്ന ചില പരാമർശങ്ങളുണ്ട്. അതായത് നൂർ ഷാ തങ്ങൾ കേരളത്തിൽ വന്നുകൊണ്ട് ദിക്ർ ഹൽക്കകൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നൂർ ഷാ തങ്ങളെ അന്ന് തന്നെ വിമർശിച്ചിരുന്നു. പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നൂർ ഷാ തങ്ങളെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി പ്രസംഗിച്ചു. അന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൂർ ഷാ തരീഖത്തിനെ കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പായിരുന്നു പതിയുടെ പ്രസംഗം. ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് നൂർ ഷാ തങ്ങൾക്കെതിരെ പരസ്യമായിക്കൊണ്ട് പ്രസംഗിച്ചു. അദ്ദേഹം ഷെയ്ഖല്ല, ഷേഖാണ്, അദ്ദേഹത്തിന്റെ കൈ മുത്തേണ്ടതല്ല വെട്ടേണ്ടതാണ് എന്നൊക്കെയായിരുന്നു ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ അവരുടെ പ്രഭാഷണം. ഈ പ്രഭാഷണം സമസ്തയുടെ ഔദ്യോഗിക തീരുമാനം വരുന്നതിന്റെ മുമ്പായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പല ആളുകൾക്കും അസാരസ്യങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നതായിരുന്നു. എന്നാൽ നജീബ് മൗലവി എഴുതുന്നു,
പാതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ ബഹുമാനപ്പെട്ടവർ ഈ രൂപത്തിൽ പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിന് ആദ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് സദഖത്തുള്ള മുസ്ലിയാരായിരുന്നു. നജീം മൗലവി തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്, സദഖത്തുള്ള മുസ്ലിയാരുടെ ഇതേ വീക്ഷണത്തിലേക്ക് പിന്നീട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എത്തി. അപ്പൊ യഥാർത്ഥത്തിൽ സദഖത്തുള്ള മുസ്ലിയാർ നൂർഷാ തരീഖത്തിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കുന്നെങ്കിൽ അത് ഒന്നുകിൽ ചരിത്രം മനസ്സിലാക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തു പറഞ്ഞാലും അതിനെ വിമർശിക്കണം എന്ന ആ ദുഷ്ടബുദ്ധി മനസ്സിലുള്ളത് കൊണ്ടോ മാത്രമാണ്. ആ ഭാഗം തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൂർഷാ തരീഖത്ത് പഴച്ച തരീഖത്താണ്, അത് ശരിയല്ല എന്ന് തീരുമാനം പറഞ്ഞപ്പോ എന്തായിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത അങ്ങനെ തീരുമാനം പറയാൻ കാരണം? ഈ തരീഖത്തിന്റെ ഷെയ്ഖിന്റെ അഥവാ നൂർഷാ തങ്ങളുടെ പല ഗ്രന്ഥങ്ങളും പരിശോധിക്കുമ്പോൾ, മാത്രമല്ല കേരള സിൽസില നൂരിയ അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പല പുസ്തകങ്ങളും പരിശോധിക്കുമ്പോൾ തന്നെ സാധാരണ നിലയിലുള്ള സാധാരണ നിലവാരത്തിലുള്ള ഏതൊരു പണ്ഡിതനും മനസ്സിലാകും ഈ പ്രസ്ഥാനം ശരിയല്ല എന്നുള്ളത്. ഉദാഹരണം, സിൽസില നൂരിയ പെരിന്തൽമണ്ണ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് അൽ ബുർഹാൻ എന്ന മലയാളത്തിലുള്ള പുസ്തകം. ബി കുട്ടി ഹസൻ ഹാജി അനുസ്മരണ പതിപ്പ് അൽ ബുർഹാൻ. ഈ അൽ ബുർഹാനിൽ പറയുന്നുണ്ട് നൂരിഷ കാമിലും മുറബിയുമാകുന്നു എന്ന്. നൂരിഷ തങ്ങൾ കാമിലും മുറബിയുമാകുന്നു എന്ന് ഈ അൽ ബുർഹാൻ എന്ന പുസ്തകത്തിന്റെ 100-ാമത്തെ പേജിൽ പറയുന്നു. ഇതേ പുസ്തകത്തിന്റെ തന്നെ 132-ാമത്തെ പേജിൽ കാമിലും മുറബിയുമായ ഒരു ശൈഖിനുണ്ടാവേണ്ടുന്ന നിബന്ധനകളും പറയുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഈ പ്രസ്ഥാനത്തെ വിലയിരുത്താം. നമുക്ക് ആദ്യമായിക്കൊണ്ട് പറയാനുള്ളത്, നൂരിഷാ തങ്ങൾ ഖാദിരി തരീഖത്തിന്റെയും ചിഷ്തി തരീഖത്തിന്റെയും മുറബിയായ ശൈഖാകുന്നു എന്ന് നൂരിഷക്കാർ പറയുന്നു, അവകാശപ്പെടുന്നു. എന്നാൽ ഒരു തരീഖത്തിന്റെ ശൈഖായിക്കൊണ്ട് അംഗീകരിക്കപ്പെടാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണോ ആ ഘടകങ്ങളൊന്നും ഈ നൂരിഷാ തങ്ങളിൽ ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ഖുലഫാഇന്റെ ഖലീഫമാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇദ്ദേഹം കാമിലും മുറബിയുമാണ് എന്നാണ് നൂർഷക്കാരുടെ വാദം. എന്നാൽ കാമിലും മുറബിയുമായ ഒരു ശൈഖിനുണ്ടാവേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ്? നൂർഷക്കാരുടെ അൽ ബുർഹാൻ തന്നെ പറയുന്നു, ഖുർആനിനും സുന്നത്തിനും എതിരായിക്കൊണ്ട് ഒന്നും ഈ ശൈഖിനുണ്ടാവാൻ പാടില്ല. ഖുർആനിനും സുന്നത്തിനും എതിരായിക്കൊണ്ടുള്ള വിശ്വാസങ്ങളോ നയങ്ങളോ ഒന്നും ശൈഖിനുണ്ടാവരുത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ കാമിലും മുറബിയുമാകൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇവിടെ തുടങ്ങുന്നു നൂരിഷാ തരീഖത്തിന്റെ അബദ്ധങ്ങൾ. നൂരിഷാ തരീഖത്തിന്റെ പിഴവ് ഇവിടെ തുടങ്ങുന്നു. അഥവാ ഞാൻ പറഞ്ഞല്ലോ, ഒരു ശൈഖിനുണ്ടാവേണ്ടുന്ന യോഗ്യത കാമിലും മുറബിയുമാണെന്ന് പറയപ്പെടുന്ന ശൈഖിനുണ്ടാവേണ്ടുന്ന യോഗ്യത, ആ യോഗ്യത തീർച്ചയായും നൂരിഷാ തങ്ങളിൽ കാണുന്നില്ല. ചില ഉദാഹരണങ്ങൾ ഞാൻ ഇന്ന് കൂടുതലായിക്കൊണ്ട് സംസാരിക്കുന്നില്ല, 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നൂർഷാ തങ്ങളുടെ ചില ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ അധിക ഗ്രന്ഥങ്ങളും ഉറുദു ഭാഷയിലാണ്. അദ്ദേഹം ഹൈദരാബാദുകാരനാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അധിക പുസ്തകങ്ങളും
ഉറുദു ഭാഷയിലാണ്. ചില പുസ്തകങ്ങളൊക്കെ അറബിയിലും രചിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉറുദു ഭാഷയിലുള്ള അസ്റാറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 14-ാമത്തെ പേജിൽ ചില പരാമർശങ്ങൾ, ഉറുദുവിലുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 14-ാമത്തെ പേജിൽ പറയുന്നത്, അദ്ദേഹം പറയുന്നു, ആയേ ദിൻ മുസൽമാനോ കോ ഷിർക്ക് സെ രോക്ക ജാതാ ഹെ. പല കാര്യങ്ങളുടെ പേരിലും മുസ്ലിങ്ങളെ ഷിർക്ക് കൊണ്ട് ആക്ഷേപിക്കപ്പെടുന്നുണ്ട്. നൂർഷാത്തങ്ങൾ തുടർന്നുകൊണ്ട് പറയുന്നു, ലേക്കിൻ ഹഖീഖി ഷിർക്ക് സെ ഉൻകോ നഹീം രോക്ക ജാതാ ഹെ. എന്നാൽ മുസ്ലിമീങ്ങളുടെ മേൽ ഷിർക്ക് ആരോപിക്കപ്പെടുന്ന ഈ കാര്യങ്ങളൊന്നും യഥാർത്ഥ ഷിർക്കല്ല. എന്താണ് ഈ പറഞ്ഞത്? പല കാര്യങ്ങളുടെ പേരിലും മുസ്ലിമീങ്ങളുടെ പേരിൽ ഷിർക്ക് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഷിർക്ക് ആരോപിക്കപ്പെടുന്ന ഈ വിഷയങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഷിർക്കല്ല. അസ്റാറെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നൂർഷാ തങ്ങൾ തുടർന്നുകൊണ്ട് പറയുന്നു, ഉസ്കോ ബയാൻ കർത്തേ ഹെ. ഏതൊക്കെയാണ് ആ ഷിർക്ക് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ? ഓരോന്നും വിശദീകരിക്കാം. ദർഗാഹോം പർ മർസി ബാന്ധ്ന ഷിർക്ക് ഹെ. മക്ബറകളിൽ പോയി പൊരുത്തം തേടൽ ഷിർക്കാകുന്നു എന്ന് മുസ്ലിമീങ്ങളുടെ മേൽ ആക്ഷേപിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം തുടർന്നുകൊണ്ട് പറയുന്നു, ഗണ്ഡെ തഅവീദ് ബാദ്ന ഷിർക്ക് ഹെ. കാവലിന് വേണ്ടി എഴുതിക്കെട്ടൽ ഷിർക്കാകുന്നു എന്നും മുസ്ലിമീങ്ങളുടെ മേൽ ഷിർക്ക് ആരോപിക്കുന്നു. തുടർന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ദീർഘമായിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ചില ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഗൈറുല്ലാഹി സെ മദദ് മാഗ്ന ഷിർക്ക് ഹെ. അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കൽ ഷിർക്കാകുന്നു എന്നും മുസ്ലിമീങ്ങളുടെ മേൽ ആരോപിക്കുന്നു. ശേഷം അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം കോ സലാം ബേജ്ന ഷിർക്ക് ഹെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞേക്കൽ ഷിർക്കാകുന്നു. ഇതും മുസ്ലിമീങ്ങളുടെ മേൽ ഷിർക്ക് ആരോപിക്കപ്പെടുന്ന കാര്യമാണ്. എങ്ങനെയാണ് നൂർഷാ തങ്ങൾ ഈ ചർച്ച തുടങ്ങിയത്? തന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ആയേദിൻ മുസൽമാനോം കോ ഷിർക്ക് സെ രോക്ക ജാതാ ഹെ. പല കാര്യങ്ങളുടെ പേരിലും മുസ്ലിമീങ്ങളുടെ മേൽ ഷിർക്ക് ആരോപിക്കുന്നുണ്ട്. പക്ഷെ ലേക്കിൻ ഹഖീഖി ഷിർക്ക് സെ ഉൻകോ നഹീം രോക്ക ജാതാ ഹെ. ഈ ഷിർക്ക് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഷിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നൂർഷാ തങ്ങൾ പറയുന്നത് ഷിർക്ക് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഉസ്കോ ബയാൻ കർത്തേ ഹെ. ഓരോ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കാം. ദർഗാഹോം പർമർസി ബാന്ധ്ന ഷിർക്ക് ഹെ. ദർഗയിൽ പോയിക്കൊണ്ട് പൊരുത്തം തേടുക, സഹായം തേടുക എന്നുള്ളത് ഷിർക്കാകുന്നു എന്ന് ആരോപിക്കുന്നു. അതേപോലെ തന്നെ ഗണ്ഡെ തഅവീദ് ബാന്ധ്ന ഷിർക്ക് ഹെ. കാവലിന് വേണ്ടി എഴുതിക്കെട്ടൽ ഷിർക്കാകുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ അതേപോലെ ഗൈറുല്ലാഹി സെ മദദ് മാഗ്ന ഷിർക്ക് ഹെ. അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് സഹായം തേടുക, പ്രതീക്ഷിക്കുക എന്നുള്ളതും ഷിർക്കാണ് എന്ന് പറയുന്നു. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം കോ സലാം ബേജ്ന ഷിർക്ക് ഹെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞേക്കൽ ഷിർക്കാകുന്നു എന്നും മുസ്ലിമീങ്ങളുടെ മേൽ ഷിർക്ക് ആരോപിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ മുസ്ലിമീങ്ങളുടെ മേൽ ഷിർക്ക് ആരോപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയുന്നു, ഇതൊന്നും യഥാർത്ഥത്തിൽ ഷിർക്കല്ല. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഷിർക്കല്ല. ഇതൊക്കെ ഷിർക്കാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ വഹാബികളോടും മൗദൂദികളോടും ആശയപരമായി നാം വിയോജിപ്പുള്ളതും. നാം വഹാബികളെ ഗണ്ണിക്കുന്നു, അവരുമായി കൊണ്ട് സംവാദങ്ങൾ നടത്തുന്നു, അവർക്ക് വേണ്ടി നമ്മൾ മുഖാമുഖങ്ങൾ നടത്തുന്നു. മൗദൂദികളെയും ആശയപരമായി നാം ആദർശപരമായി നാം നേരിടുന്നു. എന്തിന്റെ പേരിൽ? ഈ കാര്യങ്ങളൊക്കെ ഷിർക്കാകുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ. എന്നാൽ നൂർഷാ തങ്ങൾ പറയുന്നതോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ മേൽ ഷിർക്ക് ആരോപിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും യഥാർത്ഥത്തിൽ ഷിർക്കല്ല.
പക്ഷെ തുടർന്നുകൊണ്ട് നൂറ് ശാത്തങ്ങൾ അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുസ്തകത്തിൽ പറഞ്ഞ വാക്കുകളാണ് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഭാഗം. അഥവാ അൽബത്ത, തീർച്ചയായും, തമാം അഫ്ആൽ മംനൂഹ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. ശരീഅത്തിനെ ഇൻസബ് അഅമാൽ കി ഇജാസത്ത് നഹീം, ശരീഅത്ത് ഒരിക്കലും അനുവദിക്കപ്പെടാത്ത പ്രവർത്തനങ്ങളാണിത്. ഇതെങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും? ഇത്തരം പ്രവർത്തനങ്ങളുടെ പേരിൽ മുസ്ലിമീങ്ങളുടെ മേൽ ശിർക്കാരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും യഥാർത്ഥത്തിൽ ശിർക്കല്ല. യഥാർത്ഥത്തിൽ ഇവകളൊന്നും ശിർക്കല്ലെങ്കിലും തീർച്ചയായും അൽ ബത്തായെ തമാം അഫ്ആൽ മംനൂഹ്, ഇതൊന്നും അനുവദിക്കപ്പെടാത്ത മംനൂ ആയ പ്രവർത്തനങ്ങളാകുന്നു. ശരീഅത്തിനെ ഇൻസബ് അഅമാൽ കി ഇജാസത്ത് നഹീം, ഇതൊന്നും ശരീഅത്ത് അനുവാദം തരാത്ത, ശരീഅത്ത് അനുവദിക്കാത്ത പ്രവർത്തനങ്ങളാണിതൊക്കെ. ഏത്? മഖാമുകളിൽ പോയി മഖബറകളിൽ ചെന്ന് മഹാന്മാരുടെ പൊരുത്തം തേടുക, പ്രതീക്ഷിക്കുക, അല്ലാഹുവല്ലാത്തവരിൽ നിന്ന് മദദ് തേടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞേക്കുക, ഇതൊന്നും ശിർക്കല്ലെങ്കിലും ശരീഅത്ത് അനുവദിക്കാത്ത കാര്യമാകുന്നു. എങ്ങനെ നമുക്കിത് അംഗീകരിക്കാൻ സാധിക്കും? മാത്രമല്ല, ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്റെ അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത്, ബൽക്കി ഐസേ അഫ്ആൽ ജിസ്സേ ശിർക്ക് കി സിറാ മിൽത്തി ഹൈ, ഇവകളൊന്നും യഥാർത്ഥത്തിൽ ശിർക്കല്ലെങ്കിലും ശിർക്കിന്റെ ആരംഭങ്ങളാകുന്നു. ഇവകളൊന്നും യഥാർത്ഥത്തിൽ ശിർക്കല്ലെങ്കിലും ശിർക്കിന്റെ ആരംഭങ്ങളാണ്. ഇവകളൊക്കെ മംനൂ ആയ പ്രവർത്തനങ്ങളാണ്, ശരീഅത്ത് ഒരിക്കലും അനുവദിക്കാത്ത കാര്യങ്ങളാകുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നൂറ് ഷാ തരീഖത്ത് എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു? ഇങ്ങനെ എഴുതി വച്ചിട്ടുള്ള ഒരു വ്യക്തി നേതൃത്വം കൊടുക്കുന്ന തരീഖത്തിനെ എങ്ങനെയാണ് സുന്നികൾക്ക് സ്വീകരിക്കാൻ സാധിക്കുക? ഇങ്ങനെ എഴുതി വച്ചിട്ടുള്ള ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും? അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തെ നമുക്കെങ്ങനെ, ആ പ്രസ്ഥാനത്തോട് നമുക്കെങ്ങനെ യോജിക്കാൻ സാധിക്കും? യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളെ വിമർശിച്ചു എന്നുള്ളത് തന്നെയാണല്ലോ ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെയും പല പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം. ഇവകൾ ശിർക്കാകുന്നു എന്ന് നൂറ് ഷാ തങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ശിർക്കല്ല, ശിർക്കിന്റെ ആരംഭങ്ങളാണ്, ശരീഅത്ത് ഒരിക്കലും അനുവദിക്കാത്ത, ശരീഅത്ത് മൻഅ ചെയ്തിട്ടുള്ള മംനൂ ആയ പ്രവർത്തനങ്ങളാകുന്നു. നിങ്ങൾ ആലോചിക്കുക, ഈ വിഷയം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആലിമീങ്ങളും പ്രവർത്തകരും പ്രഭാഷകരും പല വേദികളിലും പല സദസ്സുകളിലും നൂറുശക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് പോലും ഈ അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇന്നുവരെ അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു പുസ്തകം നൂറ് ഷാ തങ്ങൾക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, തദ്കിറത്തുൽ ഉറഫ എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ നിന്നും സിൽസില നൂരിയ പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നൂറ് ഷാ തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലും അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ പുസ്തകം ഒരിക്കലും നൂറ് ഷാ തങ്ങളുടേതല്ല എന്ന് പറയാൻ സാധ്യമല്ല. ഇന്നുവരെ നൂറ് ഷക്കാർ അങ്ങനെ വിമർശിച്ചിട്ടില്ല, അങ്ങനെ നിഷേധിച്ചിട്ടില്ല. ഇതേപോലെ തന്നെ അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുസ്തകത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള പരാമർശങ്ങൾ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് വളരെ മാന്യതയോടുകൂടി, വളരെ സൗഹാർദ്ദത്തോടുകൂടി നമ്മൾ പല സ്ഥലങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നൂറ് ഷാ തരീഖത്തിന്റെ ഏതെങ്കിലും ഒരു ഖലീഫയോ മറ്റേതെങ്കിലും പണ്ഡിതന്മാരോ ഇന്ന് വരെ ഈ പുസ്തകത്തെക്കുറിച്ച് കാ മാ എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി നിങ്ങൾ ആലോചിക്കുക, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രസ്ഥാനത്തെ, അതല്ലെങ്കിൽ ഈ ഷെയ്ഖ് നേതൃത്വം കൊടുത്തിരുന്ന, ഈ ഷെയ്ഖിനാൽ സ്ഥാപിക്കപ്പെട്ട
ഈ ത്വരീഖത്തിനെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? അഹ്ലുസുന്നത്ത് വൽ ജമാഅ അത് ഔലിയായിനെ സ്നേഹിക്കുന്ന, ഔലിയായിനെ ബഹുമാനിക്കുന്ന, അവരുടെ മദദ് കൊണ്ടേ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി മറ്റുള്ളവരോട് വാദപ്രതിവാദങ്ങൾ നടത്തുന്ന പ്രസ്ഥാനമാണല്ലോ നമ്മൾ. നമുക്കെങ്ങനെ ഇങ്ങനെ എഴുതി വച്ച ഒരു ശൈഖിനെയും ആ ശൈഖിന്റെ പ്രസ്ഥാനത്തെയും നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? ഇങ്ങനെ ധാരാളം അബദ്ധങ്ങളുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം മറ്റൊരു സമയത്താവാം. സമയം ഒരുപാട് വൈകിയല്ലോ. ഇങ്ങനെ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅക്ക് യോജിക്കാൻ കഴിയാത്ത, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല ജഹാലത്തുകളും പല അബദ്ധങ്ങളും ഈ തരീഖത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു തരീഖത്തിന്റെ യോഗ്യത മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അവിടുത്തെ പ്രസിദ്ധ ഗ്രന്ഥമാണല്ലോ അദ്കിയ എന്ന കിതാബ്. അദ്കിയ എല്ലാവർക്കും പരിചയമുള്ള ഗ്രന്ഥമായിരിക്കും. വലിയ ആലിമീങ്ങളും ചെറിയ ചെറിയ മുതഅല്ലിമീങ്ങളും എല്ലാവരാലും പഠിക്കുകയും പഠിപ്പിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന, വളരെ ആദരവോടുകൂടി നമ്മൾ കാണുന്ന തരീഖത്തിന്റെ അടിസ്ഥാനം എന്താണെന്നും കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗ്രന്ഥമാണല്ലോ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമുക്ക് രചിച്ചു തന്നിട്ടുള്ള കിതാബുൽ അദ്കിയ. അദ്കിയയിൽ തരീഖത്തിനെ കുറിച്ച് പറയുന്നത് എന്താ? ഇന്ന തരീഖ ശരീഅത്തുൻ വ തരീഖത്തുൻ വ ഹഖീഖത്തുൻ ഫസ്മഅ ലഹാ മാ മുസില. തീർച്ചയായും ശരീഅത്താണെങ്കിലും തരീഖത്താണെങ്കിലും ഹഖീഖത്താണെങ്കിലും അല്ലാഹുവിലേക്ക് എത്താനുള്ള വഴികളാണ്, അല്ലാഹുവിലേക്ക് ചേരാനുള്ള വ്യാഖ്യാനമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മഖ്ദൂമിന്റെ ഈ വാക്കുകളെ വിശദീകരിച്ചുകൊണ്ട് അദ്കിയയുടെ പ്രസിദ്ധമായ ഹാഷിയയിൽ വ്യാഖ്യാനത്തിൽ പറയുന്നു, വഅലം എന്താ ലാ ബുദ്ദ ലിസാലിഖി തരീഖിൻ എന്താ പഠിച്ചോനത് മിനൽ ജംഇ ബൈന ഹാദിഹി സലാസ, മിനൽ ജംഇ ബൈന ഹാദിഹി സലാസ വ അദമി തഅതീൽ ലിശൈഇ മിൻഹാ വദാലിക ലിഅന്നൽ ഹഖീഖത ബിലാ ശരീഅത്തിൻ ബാതിലത്തുൻ വശരീഅത ബിലാ ഹഖീഖത്തിൻ ആതിലത്തുൻ. എന്താണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം? അല്ലാഹുവിലേക്കുള്ള സുലൂക്ക് ഉദ്ദേശിക്കുന്നവൻ, ആ ഉദ്ദേശിക്കുന്നവനുള്ള വഴികളാണ് ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും. ഇവിടെ ഒന്നിന് മറ്റൊന്നിനെ അവഗണിക്കാൻ കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ തരീഖത്തില്ലാത്ത ശരീഅത്ത്, അതല്ലെങ്കിൽ ശരീഅത്തില്ലാത്ത തരീഖത്ത്, തരീഖത്തിനെ നിരാകരിക്കുന്ന ശരീഅത്തും, അതുപോലെ തന്നെ അതെ ബഹുമാനപ്പെട്ട അൽവാഫി നമ്മുടെ ഇബാറത്ത് കൃത്യമായിട്ട് വ്യക്തമാവണില്ല ഇവിടെ. വന്നഹു ലാ ബുദ്ദ ലിസാലികി തരീഖിൽ ആഖിറ മിനൽ ജംഇ ബൈന ഹാദിഹി സലാസ വഅദമി തഅത്തുലി ലിശൈഇ മിൻഹാ വദാലിക ലിഅന്നൽ ഹഖീഖത ബിലാ ശരീഅത്തിൻ ബാതില വശരീഅത ബിലാ ഹഖീഖത്തിൻ ആതില. അൽഹംദുലില്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. ഇതിന് തരീഖത്തിനെ അവഗണിക്കുന്നതല്ല ശരീഅത്ത്, അതുപോലെ തന്നെ ശരീഅത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള തരീഖത്ത്, ഇത് രണ്ടും സ്വീകാര്യമല്ല. വതരീഖത്തുൻ അഖദും ബിഅഹ്വത കൽ വറഅ വഅസീമത്തുൻകരിയാലത്തിൻ മുതബത്തില. അവിടെ മഹാനവറുകൾ പറയുന്നുണ്ട്, യഅനി അന്ന തരീഖത ഇൻദഹും ഹിയൽ അഖദു ബിൽ അഹ്വത് ഫീ സാഇരിൽ അഅമാൽ വലാ യഅഖുദു ബിർറുഖസ്. മഹാനവറുകൾ പറയുന്നു, തരീഖത്ത് എന്നാൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും സൂക്ഷ്മത ഏതാണോ ആ സൂക്ഷ്മതയെ പിടിക്കലാം, അതിനെ സ്വീകരിക്കലാം. എല്ലാത്തിലും സൂക്ഷ്മത ഏതാണോ ആ സൂക്ഷ്മതയെ സ്വീകരിക്കുക. ഇതാ പഴുതുകളുടെ പിന്നാലെ പോകലല്ല തരീഖത്ത്. ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് നാം പരിശോധിക്കുമ്പോൾ ആലുവ തരീഖത്തിനെ കുറിച്ച് ബുദ്ധിയുള്ളൊരു മനുഷ്യന് സംശയിക്കേണ്ടതില്ല. തരീഖത്തെന്നാൽ സൂക്ഷ്മത, ഏറ്റവും നിയമങ്ങളിൽ ഏറ്റവും അഹ്കാമിൽ ഏറ്റവും സൂക്ഷ്മത ഏതാണോ ആ സൂക്ഷ്മതയെ സ്വീകരിക്കലാകുന്നു.
വകദ ത്വരീഖത്തു വൽ ഹഖീഖത്തു യാ അഖി മിൻ ഗൈരി ഫിഅലി ശരീഅത്തിൻ ലൻ തഹ്സുല. ശരീഅത്തില്ലാത്ത തരീഖത്ത് സ്വീകാര്യമല്ല. ശരീഅത്തില്ലാത്ത തരീഖത്ത് സ്വീകാര്യമല്ല. ഫലാ യസ്തഖീമാനി വലാ യഹ്സുലാനി ഇല്ലാ ബിഹാ. തരീഖത്താണെങ്കിലും ഹഖീഖത്താണെങ്കിലും ശരീഅത്തില്ലാതെ അത് സ്വീകാര്യമല്ല. ഫൽ മുഅ്മിനു വഇൻ അലത് ദറജതുഹു വർതഫഅത് മൻസിലതുഹു വസാറ മിൻ ജുംലത്തിൽ അംബിയാ ലാ തസ്ഖുതു അൻഹുൽ ഇബാദാത്തുൽ മഫ്റൂദാത്ത് ഫിൽ ഖുർആനി വസുന്ന. ഒരു മനുഷ്യൻ എത്ര തന്നെ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിയാലും, വിലായത്തിന്റെ എത്ര വലിയ പദവിയിലേക്ക് എത്തിയാലും ഒരിക്കലും ശരീഅത്തിന്റെ നിയമങ്ങൾ അവനിൽ നിന്ന് ഒഴിവാവുകയില്ല. വമൻ സഅമ അന്ന മൻ സാറ വലിയൻ വവസല ഇലൽ ഹഖീഖത്തി സഖതത് അൻഹു ശരീഅ ഫഹുവ ളാല്ലുൻ വമുളില്ലുൻ. ഒരു മനുഷ്യന് ഇനി എനിക്ക് ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല, ഞാൻ അത്രത്തോളം വലിയ മർത്തബയിലേക്ക് എത്തിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ എനിക്ക് നിസ്കരിക്കേണ്ടതില്ല, നിങ്ങൾ ഇന്നാലിനെ കാര്യം ചെയ്യുന്നത് പോലെ എനിക്ക് അതൊന്നും ചെയ്യേണ്ടതില്ല എന്നാരെങ്കിലും പറയുന്നെങ്കിൽ ഫഹുവ ളാല്ലുൻ വമുളില്ലുൻ, അവൻ പിഴച്ചവനും ജനങ്ങളെ പിഴപ്പിക്കുന്നവനുമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പല കള്ള നാണയങ്ങളുമുണ്ട്. പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു വഴിയാണ് ദിക്റും ഷെയ്ഖും തരീഖത്തുമൊക്കെ. ഏതൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം ഹക്കാണോ ബാത്തിലാണോ എന്ന് തിരിച്ചറിയാനുള്ള വ്യക്തമായ മാർഗം നമ്മുടെ മുന്നിൽ മഹാന്മാരായ ആലിമീങ്ങൾ, പ്രത്യേകിച്ച് മഹാനായ മഖ്ദൂമിനെ പോലെയുള്ളവർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ശരീഅത്തിന് വിരുദ്ധമായിക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലും അദ്ദേഹം ഷെയ്ഖല്ല. മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ നൂർഷാ തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ അദ്ദേഹം ചേക്കായിരിക്കും, ഷെയ്ഖല്ല, ചേക്കായിരിക്കും. ഹറാമുകളെ പ്രവർത്തിക്കുന്നവൻ, ഹറാമുകളെ ഹലാലുകളായിക്കൊണ്ട് കാണുന്നവൻ. എനിക്ക് ഞാൻ നിയമങ്ങളൊന്നുമില്ല, അതിനെന്തെങ്കിലും ന്യായങ്ങളൊക്കെ പറയും, എന്തെങ്കിലും അഴലാമർത്തബിലുള്ള വർത്താനങ്ങളൊക്കെ പറയും. പ്രത്യേകിച്ച് ഇന്നത്തെ ചില കള്ള ഷെയ്ഖുമാരുടെ, ചില കള്ളന്മാരുടെ ഹോബിയാണ് അന്യ സ്ത്രീകളെ കാണുക, അന്യ സ്ത്രീകളെ സ്പർശിക്കുക, അന്യ സ്ത്രീകളുമായി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്താവുക. പരിശുദ്ധ ശരീഅത്ത് കഠിനമായി വിരോധിച്ച കാര്യമല്ല ഇതൊക്കെ. എന്റെ നിസ്കാരം നിങ്ങളാരും കാണൂല, എന്റെ നിസ്കാരം അത് ബാത്തിനിയായ നിസ്കാരമാണ്, അതുപോലെ തന്നെ നിങ്ങൾക്കേ നോമ്പുള്ളൂ, എനിക്ക് നോമ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ നടക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദ്ദേഹം ഷെയ്ഖല്ല. ശരീഅത്ത് നിയമങ്ങൾ ഒഴിവാകും. ആർക്ക്? ബുദ്ധി നഷ്ടപ്പെട്ടവർക്ക്. ബുദ്ധി നഷ്ടപ്പെട്ടവർക്ക് ശരീഅത്ത് നിയമങ്ങൾ ഒഴിവാകും. അവരെക്കുറിച്ച് നമ്മൾ പറയും മസ്താന്മാരെന്ന് പറയും. സാധാരണ ഭാഷയിൽ ബുദ്ധി നഷ്ടപ്പെട്ട പിന്നെ ഭ്രാന്തന്മാരെന്നാ പറയേണ്ടത്. പക്ഷേ ഇവർക്ക് ബുദ്ധി നഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഉള്ള ഫിക്റിലൂടെയാണ് ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ മാനിക്കും. മാനിച്ചുകൊണ്ട് സാധാരണ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ അവരെ നമ്മൾ എണ്ണൂല. ബഹുമാനിച്ചുകൊണ്ട് അവരെ കുറിച്ച് നമ്മൾ പറയും അവർ മസ്താന്മാരാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബുദ്ധി നഷ്ടപ്പെട്ടവരാണ്, അതെ, ജദ്ബിന്റെ ഹാലിലാണെന്നൊക്കെ പറയും. ഇത് മാസം മാസം കൃത്യമായിക്കൊണ്ട് പറമ്പിന്ന് തേങ്ങയിടുന്ന വിഷയത്തിൽ ഒരു ജദ്ബും ഉണ്ടാവില്ല, ഒരു മസ്തും ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടാവും. കൃത്യമായിട്ട് പെരയിൽ മീൻ വാങ്ങിയിട്ടുണ്ടോ, കറിയിൽ ഉപ്പുണ്ടോ, എങ്ങനെ കറി നല്ല ഉഷാറാണോ, ഇന്ന് എന്താ ബിരിയാണിയാണോ അല്ല നെയ്ച്ചോറാണോ വേണ്ടത്, അല്ലെ, ഇതിലൊന്നും യാതൊരു ജദ്ബും ഉണ്ടാവില്ല, ഇതിലൊന്നും യാതൊരു മസ്തും ഉണ്ടാവില്ല. തന്റെ ബിസിനസ് കാര്യങ്ങള്, തന്റെ തോട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങള്, ഇതിലൊന്നും യാതൊരു ജദ്ബുമില്ല. കൃത്യമായിട്ട് വർഷം വർഷം ഭാര്യ പ്രസവിക്കുന്നുണ്ടാവും, അതിലൊരു ജദ്ബും ഉണ്ടാവില്ല. പിന്നെ ആകെ ജദ്ബും മസ്തു എന്തിനാണെന്നറിയോ? റമദാൻ മാസത്തിൽ നോമ്പ് വെക്കണേലും കൃത്യമായി കൊണ്ട് നിസ്കരിക്കണേലും. ഇതാണ് കള്ളന്മാരുടെ ഏറ്റവും വലിയ തെളിവ്. ഇങ്ങനെയുള്ള ആളുകൾ കള്ളന്മാരാ. ഒരിക്കലും ശരീഅത്ത് ഇവർ അംഗീകരിക്കുന്നില്ല, ശരീഅത്ത് അംഗീകരിക്കൂല. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ മജ്ദൂബീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മസ്താന്മാരുണ്ടായിട്ടുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളം മഹാന്മാരായ ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. അവരൊക്കെ യഥാർത്ഥ മസ്താന്മാരാണ്, യഥാർത്ഥ ജദ്ബിന്റെ ഹാലുള്ളവരാ. ആ അവസ്ഥയിലാണെങ്കിൽ പിന്നെ അവർക്ക് ഒരു നിയമം ബാധകല്ല. നമ്മൾ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറച്ചിലില്ലേ, ഫിഖ്ഹ് നിയമങ്ങൾ ബാധകമാവുക ആർക്കാ? ആഖിലായിരിക്കണം, ബാലിഗായിരിക്കണം. അവർക്കേ ഫിഖ്ഹ് നിയമങ്ങൾ ബാധകാവൂ. മജ്നൂനോട് ഫിഖ്ഹ് നിയമങ്ങൾ ബാധകല്ല.
എന്നാൽ ഈ രൂപത്തിൽ ശരീഅത്ത് നിയമങ്ങളെ, പ്രത്യേകിച്ച് ശരീഅത്ത് നിയമങ്ങളെ അറിഞ്ഞാൽ, ശരീഅത്ത് നിയമങ്ങളെ ലംഘിക്കപ്പെടുക അറിഞ്ഞാൽ ഈ കള്ളന്മാരിലൊക്കെ പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അന്യ സ്ത്രീകളെ കാണുക, അന്യ സ്ത്രീകളെ തൊടുക, അന്യ സ്ത്രീകളുമായി കൊണ്ട് അതിനെന്തെങ്കിലും ന്യായങ്ങളൊക്കെ പറയും. ധാരാളം ആളുകളുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ശരീഅത്തിന് വളരെയധികം അപകടം ചെയ്യുന്ന, പരിശുദ്ധ ശരീഅത്തെ നശിപ്പിച്ചു കളയുന്ന തരത്തിലുള്ള ആളുകളാണ് അവരൊക്കെ. അള്ളാഹുവിന്റെ ശരണ തൊട്ട് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. ഇവിടെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. അത് കൃത്യമായിക്കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരീഅത്ത് അങ്ങനെയല്ലേ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട സമസ്ത നൂർഷാ തരീഖത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ആലുവ തരീഖത്തിനെ കുറിച്ചും മറ്റേത് തരീഖത്താണെങ്കിലും ഏത് കള്ളന്മാരാണെങ്കിലും അവരെക്കുറിച്ചൊക്കെ തീരുമാനം പറഞ്ഞ് മാനദണ്ഡങ്ങൾ എന്താ, അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കും. ഇന്നാലിന് നിയമം അത് ശരീഅത്തിന് യോജിച്ചതല്ല, ഇന്നാലിന് പരാമർശം അത് ശരീഅത്തിന് യോജിച്ചതല്ല, ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് നൂർഷാ തരീഖത്തിന് സംഭവിച്ചിട്ടുള്ള അബദ്ധം എന്താണ്? ഈ അബദ്ധങ്ങൾ, ധാരാളം അബദ്ധങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം പോലെ പറയാം. അതിൽ ഒരു അബദ്ധം, പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എങ്ങനെയാണോ വിശ്വസിക്കുന്നത്, എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത്, ആ വിശ്വാസത്തിൽ അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുസ്തകത്തിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ നൂർഷാ തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നുവരെ അതിനെ നിഷേധിക്കുകയോ അതിനെക്കുറിച്ച് അംഗീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരു തരം വഹാബി ചായ്വ്, ഒരു തരം സുന്നത്ത് ജമാഅത്തിനോട് യോജിക്കാത്ത തരത്തിലുള്ള ഒരു വ്യതിയാനം നമുക്ക് കാണാൻ സാധിക്കുന്നു. തരീഖത്തുകാരിൽ ഇങ്ങനെയോ, കാരണം അവർ ദിക്റില്ലുന്നവരല്ലേ, അവർ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പറയുന്നവരല്ലേ, അവർ അജ്മീർ തങ്ങളെ കുറിച്ച് പറയുന്നവരല്ലേ എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെയുണ്ട്, അവരത് നിഷേധിച്ചിട്ടില്ല. അതാണ് നമ്മൾ പറയുന്നത്. ഈ ഔലിയാഇനെ കുറിച്ച് പറയുമ്പോ ഉള്ള ഈ സൂക്ഷ്മതക്കുറവ്, അതല്ലെങ്കിൽ ഈ ജഹാലത്ത് പൊതുവെ പല വിഷയങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങളിലും. ഉദാഹരണം, നൂർഷക്കാരുടെ അവർ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയാണ് ഇർഫാൻ മാസിക, മദ്ഹറുൽ ഇർഫാൻ. ഈ മദ്ഹറുൽ ഇർഫാൻ എന്ന ഈ മാസിക, ഈ ഏറ്റവും പുതിയ മാസിക, ഈ ഏപ്രിൽ മാസത്തിലെ മാസിക, പുസ്തകം 4 ലക്കം 10, ഈ ഏപ്രിൽ മാസത്തിലെ, ഇതിന്റെ 20ാമത്തെ പേജില് ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. ഔലിയാക്കന്മാരെ കുറിച്ച് പറയുന്നൊരു ഭാഗം. ഇതില് വലിയ എന്ന വാക്കിന് അവര് പരിഭാഷപ്പെടുത്തിയത് കാണുമ്പോൾ ഇതൊരു തരീഖത്തുകാരന്റെ മാസികയാണോ, ഒരു തരീഖത്തുകാരന്റെ എഴുത്താണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. വലിയ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരലെന്താ, അതല്ലെങ്കിൽ വരേണ്ടതെന്താ, മഹാന്മാർ. ഇങ്ങനല്ലേ? അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട്, തെറ്റുകൾ ചെയ്യാതെ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, ദുന്യാവിന്റെ പിന്നാലെ പോകാതെ ജീവിക്കുന്നവർ. ഇതാണല്ലോ ഔലിയാഇനെ കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഔലിയാഇനെ കുറിച്ച് പറയുന്ന ഈ ലേഖനത്തിൽ, ഈ മദ്ഹറുൽ ഇർഫാൻ എന്ന പുസ്തകത്തിന്റെ 20ാമത്തെ പേജിൽ ഔലിയാക്കൾ എന്ന് എഴുതിയതിനു ശേഷം ബ്രാക്കറ്റിൽ അതിന് പരിഭാഷയായിക്കൊണ്ട് എഴുതിയിരിക്കുന്നു സാധാരണ സിദ്ധന്മാർ. സാധാരണ സിദ്ധന്മാർ വലിയന്റെ അർത്ഥം ഒരു തരീഖത്തിന്റെ പുസ്തകത്തിൽ സിദ്ധന്മാർ. ഇതെന്ത് തരീഖത്താണ്? സിദ്ധൻ മഹാനായ ഗൗസുൽ ആളമിനെ കുറിച്ച് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ഖുതുബുൽ ഹിന്ദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇങ്ങനെയുള്ള മഹാന്മാരെ കുറിച്ച് മഹാന്മാർ, ഔലിയാക്കന്മാർ എന്നൊക്കെ ബഹുമാനത്തോടുകൂടി നമ്മൾ പറയുന്നു. അങ്ങനെയാണല്ലോ പറയേണ്ടതും. എന്നാൽ ഔലിയാക്കളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പുസ്തകത്തിൽ
ഔലിയാക്കൾ എന്ന് എഴുതിയതിനു ശേഷം അതിന് പരിഭാഷ കൊടുത്തിരിക്കുന്നു, അതിന് വിശദീകരണം കൊടുത്തിരിക്കുന്നു സാധാരണ സിദ്ധന്മാർ. എന്താണ് ഈ സിദ്ധൻ എന്ന വാക്കിനർത്ഥം? അതല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് സാധാരണ സിദ്ധൻ എന്ന് പറയാറുള്ളത്? നമുക്കിടയിൽ ഒരു ഉപയോഗമുണ്ടല്ലോ. സിദ്ധൻ മഹാനായ ഗൗസുൽ ആലമിനെ കുറിച്ച് സിദ്ധൻ എന്ന വാക്ക്, അതല്ലെങ്കിൽ മഹാനായ ഖുതുബുൽ ഹിന്ദിനെ കുറിച്ച് സിദ്ധൻ എന്ന വാക്ക്, ഇതൊരു തരീഖത്തുകാരന് യോജിച്ചതാണോ? ജഹാലത്ത്. ഇത് തന്നെയാണ് അസ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുസ്തകത്തിൽ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നൂർ ഷാ തങ്ങളുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് അഹമ്മിയത്തെ തരീഖ. ഈ അഹമ്മിയത്തെ തരീഖ എന്ന പുസ്തകത്തിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇൻഷാ അല്ലാഹ് ഇനി മറ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. ഇതിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു, യേ കിതാബ് ജോ ആപ്കെ ഹോത്താം മേ ഹൈ ഫിൽ ഹഖീഖത്ത് മേരെ 20 സാലെ തബ്ലീഗി തജ്രിബോം കാ നതീജ ഹൈ. ഈ ഗ്രന്ഥം 20 വർഷത്തെ എന്റെ തബ്ലീഗി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഗ്രന്ഥം രചിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, എന്താണ് വോ ഹർഫെ സഹീഹ്, ഇതിൽ പറയുന്ന ഓരോ ഹർഫും സഹീഹാകുന്നു, ഇതിൽ പറയുന്ന ഓരോ അക്ഷരവും സഹീഹാകുന്നു, ഇതിൽ പറയുന്ന ഓരോ മസലയും ഓരോ കാര്യങ്ങളും സഹീഹാകുന്നു എന്ന് അഹമ്മിയത്തെ തരീഖ എന്ന നൂർ ഷാ തങ്ങളുടെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ആധികാരികമാണ്. 20 വർഷത്തെ പഠനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് എന്നാണ് അതിന്റെ തുടക്കത്തിൽ പറയുന്നത്. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ശരീഅത്തിനോട് യോജിക്കാത്ത പല പരാമർശങ്ങളും നമുക്കതിൽ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് മഹാന്മാരായ സഹാബിമാരെ കുറിച്ച് നൂർ ഷാ തങ്ങൾ എഴുതിയൊരു ഭാഗം. എന്താണത്? നമുക്കിങ്ങനെ വായിക്കാം. അത് അഹമ്മിയത്തെ തരീഖ എന്ന പുസ്തകത്തിന്റെ 13-ാമത്തെ പേജിൽ കാണാം. സഹാബ റളിയല്ലാഹു അൻഹും അഹ്ലെ ജബാൻ थे, लेकिन अहले कुरान होने के लिए मफाहिम कुरान से 2-4 होना पड़ा. എന്താണ് അദ്ദേഹം പറയുന്നത്? സഹാബത്ത് റളിയല്ലാഹു അൻഹും നല്ല ഭാഷയുടെ ആളുകളായിരുന്നു. അവർക്ക് അറബ് ഭാഷയിൽ നല്ല പ്രാവീണ്യമുണ്ടായിരുന്നു, നല്ല കഴിവുണ്ടായിരുന്നു. പക്ഷേ ലേക്കിൻ അഹ്ലെ ഖുർആൻ ഹോനെ കെ ലിയെ മഫാഹിമെ ഖുർആൻ സെ 2-4 ഹോനാ പടാ. ഖുർആനിന്റെ ആശയങ്ങൾ അവർ അധികമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഖുർആനിന്റെ മഫാഹിം അവർ അധികമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ആരെക്കുറിച്ചാ പറയുന്നത്? മഹാന്മാരായ സഹാബിമാർ റളിയല്ലാഹു അൻഹും അവരെക്കുറിച്ച്. അവർ നല്ല ഭാഷക്കാരാ, നല്ല ഭാഷയിൽ കഴിവുള്ളവരാ. പക്ഷേ സഹാബിമാർ ഖുർആനിന്റെ ആശയം അധികമൊന്നും മനസ്സിലാക്കിയിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കിത് അംഗീകരിക്കാൻ സാധിക്കും? വലിയനെ കുറിച്ച്, ഔലിയായിനെ കുറിച്ച് സിദ്ധൻ എന്ന് ആര് പറയുന്നു? ഒരു തരീഖത്തുകാരൻ പറയുന്നു. ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആദരവ് കുറവുള്ള പരാമർശമല്ലേ? ഇതാരുടെ പക്കൽ നിന്നുണ്ടായിരുന്നാലും ഔലിയായിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന, ഔലിയായിന്റെ പേരും പറഞ്ഞു നടക്കുന്ന ഒരു തരീഖത്തുകാരന്റെ പക്കൽ നിന്ന് സംഭവിക്കാൻ പാടില്ലല്ലോ. മഹാന്മാരാകുന്ന സഹാബിമാർ റളിയല്ലാഹു അൻഹും എന്താ, അവർ വലിയ ഭാഷക്കാരായിരുന്നു. ഞാനിങ്ങനെ സംശയിക്കാം, ഖുർആന്റെ ആശയങ്ങൾ വല്ലാതൊന്നും സഹാബിമാർക്ക് അറിയില്ല. പക്ഷേ അവർ വലിയ ഭാഷയിൽ വിവരമുള്ള ആളുകളായിരുന്നു. എന്താ, ഇദ്ദേഹത്തിന്റെ തർബിയത്ത് ക്യാമ്പുകളും തഅലീം ക്ലാസുകളും സഹാബിമാർക്ക് കിട്ടാത്തത് കൊണ്ടാണോ? ഇദ്ദേഹത്തിന്റെ തരീഖത്തിൽ സഹാബിമാർ അംഗമാവാത്തത് കൊണ്ടാണോ? ഇദ്ദേഹം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മദ്ഹറുൽ ഇർഫാൻ എന്ന ഈ പുസ്തകത്തിന്റെ ഈ ഏറ്റവും പുതിയ ലക്കം അതിന്റെ 37-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, 1950-കളിൽ നൂർ ഷാ തങ്ങൾ കേരളത്തിലേക്ക് വന്നപ്പോ അക്കാലത്തോ അതിനു മുമ്പോ ഒന്നും തൗഹീദിന്റെ ഇൽമ് കേരളത്തിലുണ്ടായിരുന്നില്ല. എന്തു വർത്താന പ്രിയപ്പെട്ട സഹോദരന്മാരാ പറയുന്നത്?
50കളിൽ നൂർ ഷാ തങ്ങൾ കേരളത്തിലേക്ക് വന്നതിന് ശേഷമാണ് തൗഹീദിന്റെ ഇൽമ് കേരളത്തിലെത്തിയത്. മഹാന്മാരായ സഹാബിമാരുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണല്ലോ നമ്മുടെ നാട്. മഹാന്മാരായ താബിഈങ്ങളും സൂഫികളും ഔലിയാക്കന്മാരും നേതൃത്വം കൊടുത്ത പാരമ്പര്യമാണല്ലോ നമ്മുടെ നാട്ടിനുള്ളത്. എന്നിട്ട് മദ്ഹറുൽ ഇർഫാൻ എന്ന ഏറ്റവും പുതിയ അവരുടെ പുസ്തകത്തിൽ പറയുന്നു, നൂർ ഷാ തങ്ങൾ കേരളത്തിലേക്ക് വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള കാലങ്ങളിലൊന്നും തൗഹീദിന്റെ ഇൽമ് കേരളത്തിലുണ്ടായിരുന്നില്ല. ഇദ്ദേഹം വന്നിട്ടാണല്ലോ തൗഹീദിന്റെ ഇൽമ് പരിചയപ്പെടുത്തിയത്. ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കൊന്നും തൗഹീദിന്റെ ഇൽമില്ല. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾക്കൊന്നും തൗഹീദിന്റെ ഇൽമില്ല. ബഹുമാനപ്പെട്ട ഫാദി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കോ, ബഹുമാനപ്പെട്ട വാണിയമ്പലം ഉസ്താദ് അവർകൾക്കോ, ഇങ്ങനെയുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് അവർകൾക്കോ, മഹാന്മാരായ ഈ ആലിമ്യങ്ങൾ ഖദ്ദസല്ലാഹു അസ്റാറു, ഇവർക്കൊന്നും തൗഹീദിന്റെ ഇൽമില്ല. ഹൈദരാബാദിൽ നിന്ന് 51ലോ 52ലോ നൂർ ഷാ തങ്ങൾ വന്നതിന് ശേഷം അവിടെയൊക്കെ തൗഹീദ് പഠിപ്പിക്കപ്പെട്ടത്. ഇതുകൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമിന് തൗഹീദിന്റെ ഇൽമില്ല. മമ്പുറം തങ്ങൾക്ക് തൗഹീദിന്റെ ഇൽമില്ല. ഉമർ ഖാദിക്ക് തൗഹീദിന്റെ ഇൽമില്ല റളിയല്ലാഹു അൻഹും. ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് സൗകര്യം എന്താ? ഉമർ ഖാദിക്കില്ല, മമ്പുറം തങ്ങൾക്കില്ല, കണ്ണിയത്ത് ഉസ്താദിനില്ല, ശംസുൽ ഉലമക്കില്ല എന്നൊന്നും പറച്ചിലല്ല സൗകര്യം. ഇവർക്ക് ഈ മഹാന്മാരായ ആലിമീങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറച്ചിലല്ലേ സൗകര്യം? അതല്ലേ സൗകര്യം? അതല്ലേ കേവലം തന്റെ ഇടമുള്ളവൻ, ബോധമുള്ളവൻ പറയുക? അത് മഹാന്മാരായ സഹാബിമാരെ കുറിച്ച് പറയുന്നവർ വലിയ ഭാഷന്റെ ആളുകളായിരുന്നു. അത് അദ്ദേഹം വകവെച്ചു കൊടുത്തത്, അദ്ദേഹം ഹൈദരാബാദുകാരനാണ്, ഉറുദുക്കാരനാണ്. മഹാന്മാരായ സഹാബിമാർ മക്കക്കാരാണ്. പിന്നെ എന്നൊക്കെ സഹാബിമാരെക്കാളൊക്കെ കൂടുതൽ എനിക്ക് അറബി അറിയും പറഞ്ഞാൽ മനുഷ്യന്മാർ അംഗീകരിച്ചു കൊടുക്കൂല എന്നൊരു തോന്നൽ ബോധമുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഭാഷയിലെങ്കിലും സഹാബിമാരുടെ കഴിവ് അംഗീകരിച്ചു കൊടുത്തത്. എന്നാലും ഖുർആന്റെ മഫാഹിം അധികം ഒന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. അഹമ്മിയത്ത് തരീഖ എന്ന പുസ്തകത്തിന്റെ 13ാമത്തെ പേജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബിമാരെ നിങ്ങൾ ഒരിക്കലും കുറവാക്കരുത്, എന്റെ സഹാബിമാരെ നിങ്ങൾ ഒരിക്കലും മോശമാക്കരുത്. കാരണം അവർ വലിയ ഈമാനുള്ളവരാണ്. നിങ്ങൾ ഉഹദ് മലയോളം ചെലവഴിച്ചാലും എന്റെ സഹാബിമാർ ചെലവഴിക്കുന്ന ഒരു മുദ്, അതല്ലെങ്കിൽ ഒരു മുദ്ദിന്റെ പകുതി, അതിന്റെ പ്രതിഫലം ആ ഒരു ഈമാൻ നിങ്ങൾക്കുണ്ടാവൂല. ഇതല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? എല്ലാ ഔലിയാഇന്റെയും മേലെയാണല്ലോ മഹാന്മാരായ സഹാബിമാർ, അല്ലേ? അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും ഫളലുള്ളവരാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അശറത്തുൽ മുബശ്ശിരീങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞാൽ മഹാന്മാരായ സഹാബിമാർ. ഇങ്ങനല്ലേ? എന്നിട്ടല്ലേ മദ്ഹബിന്റെ ഇമാമന്മാർക്ക് പോലും സ്ഥാനമുള്ളൂ? മദ്ഹബിന്റെ ഇമാമന്മാർക്ക് പോലും ഇവർക്ക് താഴെയല്ലേ? എന്നിട്ടും ഇദ്ദേഹം പറയുന്നു സഹാബിമാർ അധികമൊന്നും ഖുർആന്റെ മഫാഹിം മനസ്സിലാക്കിയിട്ടില്ല. ഈ ഖുർആന്റെ മഫാഹിം ഒന്നും മനസ്സിലാക്കാത്ത ഈ സഹാബിമാരെ കുറിച്ചാണ് നബിതങ്ങൾ പറഞ്ഞത്, എന്റെ സഹാബിമാരിൽ ആരെ നിങ്ങൾ അനുകരിച്ചാലും നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന്. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, ഒരിക്കലും അഹ്ലുസുന്നത്ത് വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന അതിന്റെ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പലതും ഈ നൂർ ഷാ തരീഖത്തിന്റെ പേരിൽ ഈ ഷെയ്ഖും അദ്ദേഹത്തിന്റെ അനുയായികളും അവരുടെ ഉറുദുവിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ധാരാളം വിഷയങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം വളരെ വൈകിയിട്ടുണ്ട്, 1:30 മണിയായിട്ടുണ്ട്. കുറച്ചു സമയം നമുക്ക് ഈ വിഷയമായിക്കൊണ്ടുള്ള ഒരു ചർച്ചയിൽ നമുക്ക് ഇടപെടാം. ഒരു 15 മിനിറ്റ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് സൗകര്യമുള്ളൊരു സമയത്ത്, നാളെ സൗകര്യപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ തന്നെ ചെയ്യാം, ഈ നൂർ ഷാ തരീഖത്തിന്റെ അബദ്ധങ്ങൾ, ബാക്കി ഭാഗങ്ങൾ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാക്കി ഭാഗം കൂടി സംസാരിച്ചതിന് ശേഷം നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമാവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ മനസ്സിലാക്കിക്കൊണ്ട് ഹക്കിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഖാദിമീങ്ങളായിക്കൊണ്ട് അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തു. അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്കും സാദാത്യങ്ങൾക്കും പ്രവർത്തകർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് കൊണ്ടും ഇസ്സത്ത് കൊണ്ടും അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് കേൾക്കാനല്ലേ എന്റെ ശബ്ദം? പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മള് ഷെയ്ഖന്മാര് അല്ലെങ്കിൽ മശായിഖന്മാര് ശരീഅത്തിന്റെ പരിധി വിടാൻ പാടില്ല, അല്ലെങ്കിൽ ശരീഅത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു തരീഖത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്റെ പിതാവ് റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ ഒരു കേരളത്തിൽ നമ്മളൊക്കെ വലിയ ഒരു ഷെയ്ഖായിട്ട് കാണുന്ന അദ്ദേഹത്തെ കാണാൻ പോയ സമയത്ത് അദ്ദേഹത്തെ കാണാൻ കുറെ പ്രയാസപ്പെട്ടു. പിന്നെ പള്ളിയിൽ വന്നിട്ടാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ നിസ്കാരം അന്ന് എന്റെ ഒപ്പം പറഞ്ഞതാണ്, നിസ്കാരം തന്നെ നമുക്ക് കണ്ടാല് ഏതൊരു ഒരു മുമൈസായ കുട്ടിക്ക് പോലും അദ്ദേഹത്തിന്റെ നിസ്കാരം സഹീഹ് അല്ലാത്ത രീതിയിലാണ് കാണാൻ കഴിഞ്ഞത്. അതായത് നിസ്കരിക്കുന്ന തുണിയെടുത്തിട്ടും റുക്കുഉം സുജൂദൊക്കെ മാറ്റിയിട്ടൊക്കെ ആയിട്ട്. അപ്പോ പിന്നെ ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? പിന്നെ ഇത് എന്നാലാണെങ്കിലും നമ്മളെല്ലാവരും വളരെ ബഹുമാനത്തോടെ അംഗീകരിക്കുന്ന, നമുക്ക് റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സമസ്തന്റെ ആളുകളൊക്കെ എല്ലാ ആളുകളും കാണുന്നത്. എങ്ങനെ നമുക്ക് സാധാരണക്കാരന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും തരീഖത്തിന്റെ ഷെയ്ഖാണോ അല്ല എന്നല്ലെങ്കിൽ അതൊരു സഹീഹ് ആളാണ്, നേരത്തെ പറഞ്ഞ മസ്താന ആണോ എന്നൊക്കെ നമുക്ക് എന്ത് രൂപത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുക? ഹലോ ഹലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബിൻ ഹൈദർ എന്ന ഐഡിയിലുള്ള നമ്മുടെ ക്ലാസ് റൂമിന്റെ ബഹുമാന്യനായ അഡ്മിൻ, ബഹുമാനപ്പെട്ടവർ ചോദിച്ച വിഷയം നമ്മൾ കേട്ടല്ലോ. ശരീഅത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയെ ഒരു ഷെയ്ഖായിക്കൊണ്ടോ ഒരു വലിയായിക്കൊണ്ടോ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. അത് തന്നെയാണ് കൃത്യമായ നിയമം. കൃത്യമായ നിയമം അങ്ങനെ തന്നെയാണ്. അതല്ലെങ്കിൽ പിന്നെ മസ്താൻ എന്ന അവസ്ഥയിലേക്ക് എത്തിയവരാവണം. അതല്ലെങ്കിൽ ശരീഅത്ത് അവരെ കുറിച്ച് പറയും, അവർ ശരിയല്ല എന്ന് പറയും. ഒരുപക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ഉന്നതമായ സ്ഥാനം ഉണ്ടെന്ന് വരാം. ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രത്തിൽ അങ്ങനെയാണല്ലോ ഉള്ളത്. പക്ഷെ അത് കള്ളന്മാർക്ക് കയറിക്കൂടാനുള്ള പഴുതായിക്കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കിക്കൂടാ. മഹാനായ ഇബ്നു അറബി റളിയല്ലാഹുവിനെ പോലെയുള്ള മഹാന്മാരെ പറഞ്ഞുകൊണ്ട് കള്ളന്മാർക്ക് ഇടം ഒരിക്കലും ഇല്ല. അത് ഒരിക്കലും ശരീഅത്ത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ നിസ്കാരം അടക്കമുള്ള ഇബാദത്തുകൾ ബാത്തിലാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു വലിയന്റെ പക്കൽ നിന്ന്, ഒരു ഷെയ്ഖിന്റെ പക്കൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു വലിയ അതല്ലെങ്കിൽ ഒരു ആലിമ് ഒരിക്കലും നിസ്കാരം ബാത്തിലാകുന്ന പ്രവർത്തനങ്ങൾ നിസ്കാരത്തിൽ കൊണ്ടുവരികയില്ല, ഒരിക്കലും കൊണ്ടുവരികയില്ല. എന്നാൽ ഒരുപക്ഷെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ഇത് വീക്ഷിക്കുന്നവർക്ക് തോന്നും, ഓ അത് മോശമായല്ലോ. പക്ഷെ ഒരിക്കലും ഈ നിസ്കരിക്കുന്നവന്റെ നിലപാടനുസരിച്ച്, അവന്റെ ആ നിസ്കരിക്കുന്നവരുടെ ഇൽമനുസരിച്ച് തീർച്ചയായും ഫിഖ്ഹിയായി അവർക്കതിന് ഒരു വകുപ്പ് അവർ കണ്ടിട്ടുണ്ടാവും. ഇതിനെ വീക്ഷിക്കുന്നവർ ഒരു വലിയ മഹാനല്ലേ, ആ മഹാന്റെ നിസ്കാരം ഇങ്ങനെയാവണ്ടേ എന്നുള്ള ധാരണയോടുകൂടി ഒരു പക്ഷേ അതിനെ വീക്ഷിക്കുമ്പോ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ എന്ന് തോന്നാം. ഫിഖ്ഹിന്റെ ഇൽമിൽ, ഫിഖ്ഹി കിതാബുകളിൽ അവഗാഹമുള്ള മസ്അലകൾ അറിയുന്ന ആലിമീങ്ങൾ, മഹാന്മാർ നിസ്കാരത്തിലോ മറ്റ് പ്രവർത്തനങ്ങളിലോ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ തീർച്ചയായും അത് ബാത്തിലാണ് എന്ന രൂപത്തിലല്ല അവർ ചെയ്യുന്നുണ്ടാവുക. അത് തകരാറില്ല എന്നതിന് ഒരു മഹ്മൽ, ഒരു വകുപ്പ്, ഒരു മസ്അല അവരുടെ പക്കലുണ്ടാകും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തകരാറില്ലല്ലോ. ഫിഖ്ഹിൽ വ്യത്യസ്തമായ മസലകൾ ഉണ്ടാകും. നിബന്ധനകളും
മര്യാദകളും പൂർത്തിയാകുമ്പോൾ ഫിഖ്ഹിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ സ്വീകരിക്കുകയും ചെയ്യാം. ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ ഇതിനെ പുറമെ നിന്ന് വീക്ഷിക്കുന്നവർ ഒരുപക്ഷെ അത് തെറ്റാണെന്ന് വിലയിരുത്താം. പക്ഷെ കൃത്യമായിക്കൊണ്ട് അതിനെ സൂക്ഷ്മമായിക്കൊണ്ട് പരിശോധിക്കുമ്പോൾ അത് തെറ്റാവണം എന്നുമില്ല. ഇത്തരം അവസ്ഥകളാണ് ബഹുമാനപ്പെട്ട ബിൻ ഹൈദർ എന്ന സഹോദരൻ നമ്മുടെ അഡ്മിൻ സൂചിപ്പിച്ചതുപോലെയുള്ള മഹാന്മാരിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എടുക്കുന്നത് കാണുന്നില്ല. നൗഷി എപ്പിക്കാട് എന്തെടുക്കാത്തത് എനിക്കറിയില്ല. ഏതായാലും ഉസ്താദ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മജ്ദൂബീങ്ങളായ ജദബിന്റെ ഹാലുള്ള ആളുകളെ നമ്മൾ മുറബിയ ഷെയ്ഖന്മാരായിട്ട് അംഗീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ചില ആളുകൾ ഈ മജ്ദൂബീങ്ങളായ ആളുകളെ നമ്മൾ ഈ മുറബിയ ഷെയ്ഖായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? കാരണം അവർക്ക് തെർബിയത്തിനുള്ള കഴിവുണ്ടാവുക മജ്ദൂബീങ്ങൾക്ക് എന്നുള്ള ചോദ്യമാണ്. മജ്ദൂബീങ്ങൾ, ജദുബുള്ളവർ, അവർ തെർബിയത്തിന് പറ്റൂല, അവരെ തെർബിയത്തിന്റെ ഷെയ്ഖായിക്കൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് നമ്മുടെ കിതാബുകളിലുള്ളത്. മസ്തുള്ളവരെ, മജ്ദൂബീങ്ങളെ, ജദബിന്റെ ഹാലിലുള്ളവരെ തെർബിയത്തിന്റെ ഷെയ്ഖായിക്കൊണ്ട് സ്വീകരിക്കരുത്. സഹവുള്ളവരെ മാത്രമേ തെർബിയത്തിന്റെ ഷെയ്ഖായിക്കൊണ്ട് സ്വീകരിക്കാവൂ. ഇങ്ങനെ നമ്മുടെ ധാരാളം കിതാബുകളിൽ പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സതെ, ഞാൻ ഈ നൂരിഷാ തുരീഖത്തുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല, എങ്കിലും ഞാൻ അറിയുന്ന ഒരു കുടുംബത്തില് അവര് ഈ മണ്ണാർക്കാട് ഭാഗത്ത് ഒരു മൊയ്തീൻ കുട്ടി എന്ന് പറഞ്ഞ ആൾ ഒരു തുരീഖത്തുമായിട്ട് വന്നിട്ടുണ്ട്. ആ തുരീഖത്തിൽ അവർ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറയും. തുരീഖത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഈ മൊയ്തീൻ കുട്ടി എന്ന ആള് ചോദിക്കുന്നവരൊക്കെ പറയുന്നത് അയാൾ മുർത്തദ്ദാണ് എന്നൊക്കെയാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാദം എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനെ അറിയെങ്കിലൊന്ന് വിവരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ നൗഷു ഏപ്പിക്കാട് സഹോദരൻ പറഞ്ഞ ഈ മൊയ്തീൻ കുട്ടി, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ തരീഖത്ത് ഏതാണെന്ന് എനിക്കറിയില്ല. ഈ മൊയ്തീൻ കുട്ടിയെക്കുറിച്ചുള്ള വിശദീകരണം കേട്ടപ്പോ ഞാൻ അങ്ങനെ സംശയിക്കുകയാണ്. അദ്ദേഹം ഇരുമ്പുഴി മൊയ്തീൻ എന്ന പേരിൽ ഒരാളുണ്ട്. അദ്ദേഹമാണോ? ഇരുമ്പുഴി മൊയ്തീൻ എന്ന പേരിൽ ആണോ ഷൗക്കു? അല്ല, നൗഷു. ഇരുമ്പുഴി മൊയ്തീൻ അറിയില്ല. ഈ മുർത്തദ്ദാണ് എന്നാണ് മൊയ്തീൻ കുട്ടിയെക്കുറിച്ച്, പിന്നെ മുർത്തദ്ദാണ് എന്നാണ് പിന്നെ മൊയ്തീൻ കുട്ടിയെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ പറയുമ്പോ ഒരു സംശയം, ഈ പറഞ്ഞ മൊയ്തീനാണോ? ഇരുമ്പുഴി മൊയ്തീൻ എന്ന പേരിൽ ഒരു ചങ്ങായിണ്ട്. അദ്ദേഹം തരീഖത്തിന് ശൈഖൊന്നുമില്ല, തനി പിരാന്തനാ. അദ്ദേഹത്തിന് ഈ ഖുർആൻ സ്റ്റഡി പാത്ത് എന്ന പേരിൽ ഒരു സംരംഭമൊക്കെ ഉണ്ട്. ഖുർആന്റെ പരിഭാഷയൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെ കുറിച്ചാവും ഈ പറയുന്നുണ്ടാവുക. അദ്ദേഹത്തിന് സാധാരണ ആളുകളൊക്കെ പറയുന്ന ഒരു ടൈറ്റിലുണ്ട്. ടൈറ്റിൽ പറയുന്നത് കൊണ്ട് മോശമൊന്നുമില്ല. കാരണം ഇത്തരം കള്ളന്മാരൊക്കെ പിടിച്ചുകെട്ടലാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ലക്ഷ്യം. പട്ടി മൈദീൻ എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയല്. പട്ടി മൈദീൻ എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കാരണമുണ്ട്. എന്റെ ഭാഷ മോശമാണെന്ന് ആരും, എന്താ ഈ മുസ്ലിം ഇങ്ങനെയൊക്കെ പറയണമെന്നും ആരും ചിന്തിക്കരുത്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മളൊരു മോശമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയപ്പെടുന്നു എന്നുള്ളതാ. ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം ഒരാളെ കൽബ് എന്ന് വിളിക്കൽ
അത് മോശമുള്ള കാര്യമല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദങ്ങളിൽ ഒരു വാദം. കൽബ് എന്നൊരാളെ സംബോധനം ചെയ്യുകയാണെങ്കിൽ അത് മോശമുള്ളതല്ല, അത് പ്രശ്നമുള്ളതല്ല എന്ന് ഈ ഇരുമ്പുഴി മൊയ്തീന്റെ വാദങ്ങളിൽപ്പെട്ടൊരു വാദമാണ്. അപ്പോ മോശമില്ലാത്തൊരു പേരാണെങ്കിൽ ആ പേര് ഇദ്ദേഹത്തിന് തന്നെ കിടക്കട്ടെ എന്ന രീതിയിലാണ് ആളുകൾ ഈ പറഞ്ഞ രൂപത്തിൽ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ രസകരമായ വാദങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള പട്ടികജാതി, ഈ താഴ്ന്ന വർഗങ്ങള്, ആദിവാസികള്, ഇവരൊക്കെയാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ഇവിടെയുള്ള തങ്ങന്മാരും വലിയ ആലിമീങ്ങളൊക്കെ, അഥവാ നല്ല സൗകര്യത്തോടുകൂടി ജീവിക്കുന്ന തങ്ങന്മാര്, അതുപോലെ തന്നെ നല്ല വാഹനങ്ങളും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ആലിമീങ്ങൾ, ഇവരാണ് ഇവിടുത്തെ കാഫിരീങ്ങൾ. ഇദ്ദേഹത്തിന്റെ വാദമാണ്. നല്ല സൗകര്യങ്ങളുള്ള, നല്ല വീടും നല്ല വാഹന സൗകര്യങ്ങളും മറ്റ് ജീവിത സൗകര്യങ്ങളൊക്കെ ഉള്ള തങ്ങന്മാരും ആലിമീങ്ങളും അവരാണ് യഥാർത്ഥ കാഫിരീങ്ങൾ. ഇവിടുത്തെ ആദിവാസി, പട്ടികവർഗ, ഹരിജന, ഗിരിജന വർഗങ്ങളൊക്കെ അവരാണ് മുഅ്മിനീങ്ങൾ. മുസ്ലിമീങ്ങളിലെ സവർണർ അവര് കാഫിരീങ്ങളും, സമൂഹത്തിലെ അവർണരായി കണക്കാക്കപ്പെടുന്നവർ അവർ മുഅ്മിനീങ്ങളും. ഇങ്ങനെ വേറും തലതിരിഞ്ഞ ഒരു ചേകനൂര് പോകുമ്പോൾ വേറൊരു ചേകനൂര് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൂ. ഒരു ചേകനൂരിന് പോകുമ്പോൾ വേറൊരു ചേകനൂര്. ഒരുപക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ചാവാം നിങ്ങൾ ഈ മൊയ്തീൻ കുട്ടിയുടെ തെരീക്കത്ത് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു മൊയ്തീൻ കുട്ടിയെ കുറിച്ച് എനിക്കറിയാം. അദ്ദേഹം ഒരു പിരാന്തൻ ഷെയ്ഖൊന്നല്ല. ഇനി വേറെ തെരീക്കത്ത് മൊയ്തീൻ കുട്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ ചോദിച്ചാൽ അപ്പത്തന്നെ മുങ്ങിയിട്ടുണ്ട്. കിട്ടിയപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് ഷിഹാബ് MK അദ്ദേഹം കൂടി മൈക്കെടുത്തതിനു ശേഷം ഈ സെഷൻ ഇവിടെ അവസാനിക്കും. ഇൻഷാ അല്ലാഹ് നാളെ ഇന്ത്യൻ സമയം 11:30 ഇതേ വിഷയത്തിലും ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാവും. മറ്റു വിഷയങ്ങളും ചോദിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഷിഹാബ് സാഹിബ് ചോദിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് മറ്റു ഉസ്താദുമാരൊക്കെ ഉണ്ട്. താഴത്ത് സമദ് ഫലി, MT ദാരിം ഉസ്താദ്, സൽമാൻ അതിരൊക്കെ ഉണ്ട്. അവരൊക്കെ മൈക്കിൽ വരും. അസ്സലാമു അലൈക്കും. പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യണം എന്നും കൂടെ അറിയിക്കുന്നു. ഷിയാബ് സാഹിബ് ഒന്നും കേൾക്കണില്ല. നിങ്ങളെ മൈക്ക് എന്താ കംപ്ലൈന്റ് ഉണ്ട്? ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ചോദിക്കാം. അപ്പൊ ഉസ്താദിന് അല്പം സമയം വൈകിയിട്ടുണ്ട്. വേറെ ഒന്ന് രണ്ട് ഇതുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ചോദിക്കാൻ ഉസ്താദ് വന്നുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കും. നമ്മുടെ ഇവിടെയുള്ള ജിദ്ദയിലെ ടാക്സി ഓടുന്ന കോയാക്കാന്റെ അളിയന്റെ ഉമ്മാക്ക് നാളെ ഓപ്പറേഷനാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അമീർ സാഹിബ് അറിയിച്ചതുപോലെ ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗം നൂർഷാ തരീഖത്തിന്റെ അബദ്ധങ്ങൾ കുറച്ചുകൂടി നമ്മൾ അറിയാനും മനസ്സിലാക്കാനുമുണ്ട്. ഈ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ രാത്രി 11:30 മണിക്ക്, ഇന്ത്യൻ സമയം 11:30 മണിക്ക് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ക്ലാസ് റൂമിൽ മറ്റ് പ്രോഗ്രാമുകളൊന്നും ഉണ്ടാവില്ല അല്ലേ? ആ സമയത്ത് ഒഴിവാണോ അമീർ സാഹിബ്? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ബാക്കി ഭാഗങ്ങൾ നാളെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാ ഖൈറുകൾക്കും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈമാനിനെ, നമ്മുടെ അമലിനെ, എല്ലാ നിലക്കുമുള്ള ഫസാദുകളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പല ആളുകളും പല വിഷമത്തിലുമാണ്.